ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് LDC, LGS പരീക്ഷകളെക്കുറിച്ചാണ്. ആ പരീക്ഷകളുടെ നിലവാരത്തെക്കുറിച്ചും അതിൻ്റെ കട്ട് ഓഫ് സാധ്യതകളെക്കുറിച്ചുമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. LDC, LGS പരീക്ഷകളെ പരിശോധിക്കുമ്പോൾ രണ്ടും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന പരീക്ഷകളായിരുന്നു. ഈ ഉന്നത നിലവാരം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും നോക്കുന്നത് തൊട്ട് മുമ്പ് നടന്ന PSCയുടെ ഇതേ പരീക്ഷകളുമായി ചേർത്തിയിട്ടാണ്. ആ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകളാണ് ഇത് രണ്ടും എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം നമുക്ക് LDC പരീക്ഷകളെക്കുറിച്ച് നോക്കാം. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ LDC മെയിനിൻ്റെ പരീക്ഷ നടന്നപ്പോൾ അതിൽ പ്രസ്താവന ചോദ്യങ്ങൾ ഏതാണ്ട് 20ഓളം എണ്ണമായിരുന്നു. ഭാഗ്യത്തിന് മാത്സ് 10 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, 10 മാർക്കിനുള്ള ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ 20ഓളം മാർക്കിന് വന്ന പ്രസ്താവന ചോദ്യങ്ങൾ ഒരു പരീക്ഷാർത്ഥിയെ സംബന്ധിച്ചോളം അത്ര വലിയ ഒരു പരീക്ഷണമായി മാറിയില്ല. ഏതാണ്ട് സമയം കറക്റ്റായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. അതിൽ തന്നെ പ്രസ്താവന ചോദ്യങ്ങളിൽ നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങൾ ഉൾപ്പെടാത്തത് എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിരുന്നു. അപ്പോൾ അതിൽ ഈ എല്ലാ ആശയങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരാൾക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നതുപോലെയുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. ഓപ്ഷൻ വന്നത് മുഴുവൻ 1, 2, 3, 1, 3, 4, 2, 4, 1, 4 അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആയിരുന്നു. കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ ഇങ്ങനത്തെയുള്ള ഉത്തരങ്ങളിൽ കാര്യമായിട്ടുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം 1, 3, 4 ശരിയെന്ന് നമ്മൾ എത്തുമ്പോൾ PSCയുടെ ഫൈനൽ ഉത്തരസൂചികയിൽ ചിലപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഫൈനൽ ഉത്തരസൂചിക വന്നിട്ടില്ല, പ്രൊവിഷണൽ ഉത്തരസൂചികയിൽ പറയുന്നത് 1, 2, 3 ശരിയാണ് എന്നുള്ള, അല്ലെങ്കിൽ 1, 2, 4 ശരിയാണ് എന്നൊക്കെയതാണ്. അപ്പോൾ അതിൽ ഒഴിവാക്കാവുന്ന 2 എണ്ണത്തെ നമ്മളും ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെയുള്ള ഒരെണ്ണമാണ് നമ്മുടെ കണ്ടുപിടുത്തവും PSCയുടെ കണ്ടുപിടുത്തവും തമ്മിലുണ്ടായ മാറ്റം. അപ്പോൾ ഏതാണ്ട് ഉത്തരത്തിനടുത്ത് എത്തുകയും ചെയ്തു, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരവുമാണ് നമ്മൾ കറപ്പിച്ചത് എന്നൊരവസ്ഥയിൽ ഒരുപാട് ആളുകളുടെ മാർക്കുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വഴി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ എളുപ്പമുള്ള പരീക്ഷയായിരുന്നു, വളരെ നല്ല പരീക്ഷയായിരുന്നു. കാരണം അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ 2 ഘട്ടം പരീക്ഷകൾ നടന്നത്. അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ മികച്ച പരീക്ഷ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം നിലവാരം എത്തിയില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികൾ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് പരീക്ഷാ ഹാളിലെ ടെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമായിരുന്ന ഈ ചോദ്യങ്ങളെ ഒന്ന് പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരസൂചിക ഏതാനും യൂട്യൂബേഴ്സ് ഇട്ടപ്പോൾ ആണ് ഈ നമ്മൾ എഴുതിയത് തെറ്റായി പോയല്ലോ എന്നൊരു ചിന്തയിലേക്ക് ആളുകൾ എത്തിയത്. അപ്പോൾ ആദ്യം 65, 70 ഒക്കെ കട്ട് ഓഫ് വരുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ പിന്നെ അവിടുന്ന് താഴേക്ക് പോരാൻ തുടങ്ങി. 55ആയി, 50ആയി. ആദ്യത്തെ ഒരു 2-3 ദിവസങ്ങൾ കട്ട് ഓഫ് താഴേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഏതാണ്ട് 20ഓളം ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിൽ വന്നപ്പോൾ കാര്യമായിട്ട് ശരി ഉത്തരങ്ങൾ കിട്ടിയില്ല, അല്ലെങ്കിൽ കാര്യമായി നെഗറ്റീവ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അത് മാർക്ക് നഷ്ടത്തിന് ഇടയാക്കുകയും ചെയ്തു. പ്രസ്താവന ചോദ്യങ്ങൾ LDC പരീക്ഷയിൽ വളരെയധികം ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു. അതോടൊപ്പം തന്നെയുള്ള അടുത്തൊരു സെഷനായിരുന്നു കറണ്ട് അഫയേഴ്സും കുറച്ച് പുതുമ നിറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പുതിയതായി പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ തവള ഇനത്തിൻ്റെ പേരെന്ത്? കേരളത്തിലെ നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വനിതാ മേയർമാർ എത്ര? കാരണം എത്ര കോർപ്പറേഷൻ ഉണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുമ്പും പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇത് എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് അറിയണം. ആ കോർപ്പറേഷനിൽ ആരൊക്കെയാണ് മേയർമാരായി ഇരിക്കുന്നത്, അതിലെത്ര വനിതകളുണ്ട് എന്നൊക്കെ രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ കുറച്ചും കൂടി നിലവാരം കൂടിയത് തന്നെയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെയുള്ളതാണ് പാപ് സ്മിയർ ടെസ്റ്റ്, ഏത് ക്യാൻസർ തിരിച്ചറിയാൻ ഉള്ളതാണ് എന്നൊക്കെയുള്ള ചോദ്യം. ഒരു പക്ഷേ ഓപ്ഷനിൽ ബാക്കി 3 എണ്ണം ഒഴിവാക്കി ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനെന്ന് നമുക്കൊരു പക്ഷേ എഴുതാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ എഴുതിയവർ ഭൂരിഭാഗവും
ഗർഭാശയ ക്യാൻസറിനാണ് പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് മനസ്സിലാക്കാതെ എഴുതിയവരായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കൃത്യമായി അതന്നെയാണോ എന്ന ഉറപ്പോട് കൂടി എഴുതിയൊന്നുമല്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് വെട്ടിക്കളഞ്ഞു, ഇത് ശരിക്ക് ഉത്തരത്തിലെത്തി. അതും ഒരു നല്ല വഴി തന്നെയാണ്. കാരണം എലിമിനേറ്റ് ചെയ്യാവുന്ന സാധ്യതകളെ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് ലാസ്റ്റ് 1 2 എത്തുക, അവിടെ നിന്ന് ഉത്തരം എഴുതുക എന്നുള്ളത്. അതുപോലെ തന്നെ ആമസോണിയ 1 എന്നത് ഏത് രാജ്യത്തിൻ്റേതാണ് എന്ന രീതിയിലുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കറണ്ട് അഫയേഴ്സുമായി കുറച്ചും കൂടി നല്ല ബന്ധം പുലർത്തുന്നവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. കുറേ ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നിലവാരമായിരുന്നു കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന. ഭരണഘടന അത്യാവശ്യം നല്ല നിലവാരമായിരുന്നു, അവിടെ നിന്നും പ്രസ്താവന ചോദ്യങ്ങൾ ഒരുപാട് വന്നു. എക്കണോമിക്സ് അത്യാവശ്യം അറിയാവുന്നവർക്ക് മാത്രം എഴുതിയാൽ മതി എന്നത് ഉദ്ദേശിച്ച പോലെയാണ് PSC ചോദ്യങ്ങൾ ഇട്ടിരുന്നത്. ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്ത്? ഇങ്ങനെയുള്ള വളരെ മികച്ച ചോദ്യങ്ങളാണ് ധനകാര്യ വിഭാഗത്തിൽ നിന്ന് വന്നത്. എക്കണോമിക്സ് നല്ല നിലവാരം പുലർത്തി, എക്കണോമിക്സിനെ കുറിച്ച് നല്ല ധാരണയുള്ളവർ മാത്രമേ അത്തരം ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ടാവൂ, അല്ലെങ്കിൽ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടാകാം. ഇനി ആകെക്കൂടി കുറച്ച് തെറ്റുകൾ വന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നത് എന്ന് പറയാവുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ കുറിച്ചുള്ള ചോദ്യം 2 പ്രാവശ്യം ആവർത്തിച്ചു. അവിടെ സംഭവിച്ച എന്താണ്? ആദ്യത്തെ ചോദ്യം വന്നു. അവിടെ സംഭവിച്ചത് എന്താണ്? ആദ്യത്തെ ചോദ്യം വന്നു, അതിൻ്റെ ഉത്തരം എഴുതി. കുറച്ചും കൂടി കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ ചോദ്യം വരുന്നു. അതേ ഉത്തരം തന്നെ വീണ്ടും കറപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു സംശയം വന്ന്, ആദ്യം എഴുതിയത് തെറ്റിയോ, ആദ്യം എഴുതി ഇതേ ചോദ്യം തന്നെ ആയിരുന്നോ എന്നൊക്കെ ഒരു സംശയം. കുറേ ഉദ്യോഗാർത്ഥികൾ പിന്നിലേക്ക് മറച്ച് നോക്കേണ്ടി വന്നു. കുറേ പേർക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. അത് തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഇനിവ എന്തായാലും അത് ശരിയുത്തരം അറിയാവുന്നവർക്ക് അവിടെ 2 മാർക്ക് സുഖമായി സംഘടിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ വന്നത് ഒരു 3 ചോദ്യങ്ങൾ സിലബസിന് പുറത്താണ് വന്നത് എന്നത് തന്നെ പറയേണ്ടി വരും. മലയാളത്തിൽ 2 ഗ്രാമർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രാമർ മലയാളത്തിൻ്റെ ഭാഗമായിരുന്നില്ല നമ്മുടെ സിലബസിൽ. മുമ്പത്തെ സിലബസിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സിലബസിൽ PSC അത് പറയുന്നില്ല. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതുമാത്രമല്ല, കണക്കിൻ്റെ ഭാഗത്ത് പോളിനോമിയലിനെ സംബന്ധിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ 3 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് തന്നെ വന്നിരുന്നു. ഇതൊക്കെ പരീക്ഷയുടെ നിലവാരം വളരെ കൂടിയ രീതിയിലാക്കി. ആദ്യം അവർ വിചാരിച്ച മാർക്കിൽ നിന്നും ഒരുപാട് മാർക്കുകൾ താഴേക്ക് വന്നു തുടങ്ങി. ഇനി നമുക്ക് LGSൻ്റെ കാര്യത്തിലേക്ക് വരാം. LGSൻ്റെ പരീക്ഷയിൽ ഒരു 7 8 പ്രസ്താവന ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 20 കണക്കിൻ്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു. മുൻ പരീക്ഷകളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല നിലവാരമായിരുന്നു കണക്കിൻ്റെ ചോദ്യങ്ങൾ. നമ്മൾ പറയുന്നത് LGSൻ്റെ മുൻ പരീക്ഷയുമായി താരതമ്യപ്പെടുത്തിയാണ്. അങ്ങനെയാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 കണക്കിൻ്റെ ചോദ്യം വന്നുകൊണ്ട് പ്രസ്താവന ചോദ്യങ്ങളുടെ എണ്ണം 1 കുറഞ്ഞു. 7-8 ചോദ്യങ്ങളായി ചുരുങ്ങി. ഈ 7-8 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നീളത്തിൽ കാണുന്ന ഓപ്ഷൻസിൽ നമ്മൾ പ്രസ്താവന എന്ന് പറയുന്നില്ല. 1 2 ശരി, 1 3 4 ശരി, അങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് പ്രസ്താവന ചോദ്യങ്ങൾ എന്ന ഗണത്തിൽ ശരിക്കും കൂട്ടാവുന്നത്. അതോടൊപ്പം തന്നെ ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആര്, അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്തുക, തിരയും ചുഴിയും സച്ചിദാനന്ദൻ, വീണപൂവ്, കുമാരനാശൻ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിലും ഒരു 6-7 ചോദ്യങ്ങൾ മികച്ച നിലവാരമുള്ളതായിരുന്നു. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിൽ നിന്നുള്ളതാണ് എന്നതുപോലെയുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-15ഓളം ചോദ്യങ്ങൾ നല്ല നിലവാരം തന്നെയായിരുന്നു. അതിനു മേലേക്ക് ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു പരീക്ഷ നിലവാരം. അതോടൊപ്പം തന്നെ ആളുകളെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ. എക്സാം ഹാളിൽ വളരെ തിരക്ക് പിടിച്ച് പരീക്ഷ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണ് ശ്രദ്ധയിൽപ്പെടുക. ഓപ്ഷനിൽ വളരെ മുമ്പിൽ തന്നെ വീണ ജോർജ് ഉണ്ടായിരുന്നു. വീണ ജോർജ് കറപ്പിച്ചവർ കുറേ ആളുകളാണ്. പക്ഷേ ചോദ്യം വ്യക്തമായി വായിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്നാണ് ചോദ്യമെന്നും മൻസുഖ് മാണ്ഡവ്യ അപ്പുറത്തെ ഓപ്ഷനിൽ വ്യക്തമായി കിടക്കുന്നുവെന്നും മനസ്സിലാക്കുക. പലർക്കും അത്തരമൊരു ചോദ്യത്തിന് ഉത്തരം തെറ്റിയിട്ടുണ്ടാകും. അപ്പോൾ LGSൻ്റെ നിലവാരം പറയുമ്പോൾ ഒരു 10-15 ചോദ്യങ്ങൾ ഉയർന്ന നിലവാരമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം മാർക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേതിനൊക്കെ അപേക്ഷിച്ച് ഒരു LDC പരീക്ഷയേക്കാൾ കുറച്ചും കൂടി ഭേദപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് പ്രസ്താവന ചോദ്യങ്ങളില്ല. കുറേ ചോദ്യങ്ങൾ നേരിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെയിറ്റ് ചോദ്യങ്ങളായിരുന്നു പണ്ടത്തെ പരീക്ഷകളെ പോലെ തന്നെ.
അപ്പോൾ അതൊക്കെ ഉദ്യോഗാർത്ഥികൾക്കൊന്ന് ഗുണം ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ കട്ട് ഓഫ് സാധ്യതകളിലേക്കാണ് വരുന്നത്. ആദ്യമായി LDC പരീക്ഷയുടെ കട്ട് ഓഫിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ കട്ട് ഓഫ് പറയുന്നതിന് മുമ്പ് വിലയിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു, കുറച്ച് ദിവസമായി, ഒരുപാട് ആളുകൾ, ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാം തന്നെ, ഒരു പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ തന്നെ അവരുടെ കട്ട് ഓഫും മാർക്കുകളും ഒക്കെ അനാലിസിങ് കഴിഞ്ഞു. ഞാനും കുറച്ച് വൈകി, ഞാൻ വല്ലാതെ വൈകി. അതിനുള്ള കാരണം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ കുറച്ച് തിരക്കുകളും ആയതുകൊണ്ട് ഇരിക്കാനുള്ളൊരു സമയം കുറച്ച് കുറവായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ കട്ട് ഓഫ് മാർക്ക് പറയുന്നത് എന്നുള്ളത് ഇതുവരെയുള്ള കാലത്ത് PSCയുടെ പരീക്ഷകൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അതിനെ വിലയിരുത്തി മുൻപ് എത്ര ആളുകളെ വീതം PSC ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കട്ട് ഓഫിൻ്റെ പ്രഡിക്ഷൻ നമ്മൾ നടത്തുന്നത്. വീണ്ടും പറയുന്നു, ഈ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. ഇതുപോലെ തന്നെ ഫീൽഡിലുള്ള ഇതിനെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. അവരുടെ അറിവിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ ശരി ഉത്തരങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെയായി കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഫൈനലായിട്ട് PSC തന്നെയാണ്. ആ PSC അത് നിശ്ചയിക്കുന്ന സമയത്ത് എത്ര ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് പോലും ഈ കട്ട് ഓഫിനെ കാര്യമായിട്ടുള്ള വേരിയേഷൻ വരുത്തും. വളരെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തുള്ളൂ എങ്കിൽ നമ്മൾ പറയുന്ന കട്ട് ഓഫിനൊക്കെ ഒരുപാട് മുകളിലേക്കായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും ഇദ്ദേഹത്തിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻ മുഴുവൻ തെറ്റായിരുന്നു എന്ന്. എന്നാൽ അതേ സമയത്ത് വളരെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ PSC ശ്രമിക്കുകയാണെങ്കിലോ കട്ട് ഓഫ് മാർക്ക് വല്ലാതെ താഴേക്ക് പോരും. അങ്ങനെയാണെങ്കിലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഈ കട്ട് ഓഫ് മാർക്കുകളൊക്കെ പറയുന്ന മുമ്പത്തെ ലിസ്റ്റുകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പല ആളുകളും, പല വിഖ്യാതമായ യൂട്യൂബേഴ്സും ഒരുപാട് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്, ഉയർന്ന മാർക്കുകളും പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയൊരു ഉയർന്ന മാർക്ക് പറയാൻ മനസ്സനുവദിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ഈ ഓരോ ഫാക്ടറും തമ്മിൽ വിശദമായി വിലയിരുത്തിയത് കൊണ്ട് തന്നെയാണ്. കട്ട് ഓഫ് മാർക്ക് ഞാൻ ഒന്നുകൂടി പറയുന്നു. കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓരോ ജില്ലയിലും എത്ര ആളുകളെ വീതം എടുത്തിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. എത്രയാണ് കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലും വന്നിട്ടുള്ളത് എന്ന് നോക്കണം. അതുകൂടാതെ പ്രിലിംസ്, മെയിൻ, ഇങ്ങനെയൊരു സ്ട്രക്ചർ ആദ്യമായിട്ടാണ്. മുൻപ് വർഷങ്ങളൊന്നും അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ഘട്ടം വന്നു. 2 ഘട്ടവും 2 ശൈലിയിലായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം വല്ലാതെ ഉയർന്നു. അതിനനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് താഴേക്ക് പോരുമെന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിന് ഉപരിയായി മറ്റു ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം 10th പ്രിലിംസ്, +2 പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ് ഇവ കൃത്യമായി ഓർഡറിൽ നടക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് 10th മെയിൻസ് വരുന്നു. ആദ്യം LDC കഴിഞ്ഞു, പിന്നെ LGS വരുന്നു. ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരേ ചോദ്യങ്ങൾ തന്നെ, ഒരേ ഏരിയയിലുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷകൾ അടുപ്പിച്ച് വരുന്നതും കൃത്യമായി ഇങ്ങനെ വരുന്നതൊക്കെ വളരെ മാർക്ക് കിട്ടാൻ, അദ്ദേഹത്തിന് കൂടുതൽ മാർക്ക് കിട്ടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ താഴേക്ക് പോകുന്ന കട്ട് ഓഫ് മാർക്ക് പിന്നെയും ചിലപ്പോൾ കുറച്ചും കൂടി പഴയ നിലവാരത്തിലേക്ക് തന്നെ എത്തിയേക്കാം. അതോടൊപ്പം മറ്റൊരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് പറയുമ്പോൾ ഒരു നെഗറ്റീവും കൂടി പറയണമല്ലോ. അടുത്ത നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സ്റ്റഡി ആയിരുന്നു ഉണ്ടായിരുന്ന കൂടുതലും. ഇപ്രാവശ്യം കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം കൂടുതൽ ആൾക്കാരും വീട്ടിലിരുന്നാണ് പഠിച്ചത്. പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടില്ല. സ്വന്തം പഠനമായിരുന്നു, വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്, അങ്ങനെയുള്ളത് മോശമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നിലവാരമല്ല കട്ട് ഓഫിൻ്റെ നിലവാരം ചിലപ്പോൾ കുറച്ച് താഴേക്ക് പോരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ നെഗറ്റീവിനെ പോലെ തന്നെ വീണ്ടും ഒരു പോസിറ്റീവ് വരുന്നു. കൂടുതൽ സമയം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം PSCയുടെ LD എക്സാമിനൊക്കെ ഏതാണ്ട് 5-6 മാസങ്ങളാണ് സമയം കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം ഏതാണ്ട് 1 വർഷത്തിന് മേലെ, 1.5 വർഷത്തിനടുത്തൊക്കെ സമയം കിട്ടിയിരിക്കുന്നു. 2019 ഡിസംബറിലൊക്കെ വിളിച്ച ലിസ്റ്റുകൾക്ക് 2020 പരീക്ഷ ഉണ്ടായില്ല, പലവട്ടം മാറ്റി വയ്ക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 2021 പകുതിയോടടുത്ത ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചൊക്കെ ആയിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ 1 വർഷത്തിനും മേലെ അല്ലെങ്കിൽ 1.25 വർഷത്തോളം സമയം ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാനും കിട്ടി. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് കട്ട് ഓഫിനെ കുറിച്ച് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ പറയുന്നത്. ഇത് മറ്റു പലരുമായിട്ടും ചിലപ്പോൾ വല്ലാതെ കുറഞ്ഞിരിക്കാം, ചിലപ്പോൾ കുറച്ച് കൂടിയിരിക്കാം. ഞാൻ വ്യക്തിപരമായി ഇതൊക്കെ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായി പറയുന്നതാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, PSC എത്ര ആളുകളെ ഉൾപ്പെടുത്തും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തട്ടെ, കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടട്ടെ എന്നൊക്കെ നമ്മളും ആഗ്രഹിക്കുന്നു. അപ്പോൾ LDCയുടെ ഒരു നിലവാരം വെച്ച്, മുൻ പരീക്ഷകളെ വെച്ചും ഈ നേരത്തെ പറഞ്ഞ അത്രയും ഫാക്ടേഴ്സിനെ വെച്ചൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു 75 മാർക്കിന് മേലെ കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് ജില്ലയിലായാലും ഒന്നും പേടിക്കാനില്ല. അവർക്ക് എന്തായാലും
ജോലി പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം ഏറ്റവും ടോപ്പ് റാങ്കുകൾ അവരുണ്ടാവും. അവർക്ക് ജോലിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും വേണ്ട. പിന്നെ ഈ കട്ട് ഓഫ് പറയുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട 2 വിഭാഗം ആളുകളെയാണ്. വളരെയധികം പഠിക്കുന്ന വിഭാഗം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. തീരെ പഠിക്കാത്ത, പ്രിലിംസ് മെയിൻസ് കൂടി വന്നപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ തീരെ പഠിക്കാത്ത വിഭാഗം എന്ന് പറയുന്നതും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ആളുകളും ഇതിൻ്റെ മിഡിൽ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഞാൻ അനലൈസ് ചെയ്തുണ്ടാക്കിയൊരു മാർക്കാണ് പറയുന്നത്. LDCയുടെ കട്ട് ഓഫ് മാർക്ക് വിവിധ ജില്ലകളിൽ 45-നും 60-നും ഇടയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ 45-നും 60-നും ഇടയിൽ എന്ന് പറയുമ്പോൾ തന്നെ ജില്ലാതല ലിസ്റ്റുകളാണ്. പല ജില്ലയിലും പല കട്ട് ഓഫ് ആവുമെന്നും എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം അല്ല, അവരുടെ നിലവാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിലവാരമുള്ള ആളുകൾ മത്സരിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഒരു 55 മാർക്കിനടുത്ത കട്ട് ഓഫ് വരുമെന്നാണ് LDCയിൽ എൻ്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഏറ്റവും കുറച്ച് ആളുകൾ മത്സരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നിലവാരം കുറച്ച് കുറവുള്ള ജില്ലകളായ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഒരു 45-നോടടുത്താണ് കട്ട് ഓഫ് വരിക എന്നും പ്രതീക്ഷിക്കുന്നു. മറ്റ് ജില്ലകളിലൊക്കെ 50 മാർക്കിനടുത്ത കട്ട് ഓഫ് ആണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിൻ്റെ താഴെയും അല്ലെങ്കിൽ മറ്റു പലയിടത്തുമായി 80 മാർക്ക് കിട്ടി, 90 മാർക്ക് കിട്ടി എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. ഒന്നുകിൽ അവർ വെറുതെ തെറ്റായ ഒരു ധാരണ പടുത്താൻ വേണ്ടി പറയുന്നതാവാം, അല്ലെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും എപ്പോഴും ഉണ്ടാകും ഒരു ചെറിയ പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് ഉയർന്ന മാർക്കുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും തെറ്റല്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വളരെയധികം ഉറപ്പാണ് അവർക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവരെ നമ്മൾ ബഹുമാനിക്കാൻ തയ്യാറാവണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് മാത്രം ഓർത്തിട്ട് ഒരിക്കലും ഒരു കട്ട് ഓഫ് പറയാൻ കഴിയില്ല. ഇനി ഇതാണ് LDCയുടെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ 45 മുതൽ 60 വരെയാണ്. അത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ 55-നോടടുത്തും മറ്റ് ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾ 45-നോടടുത്തും മറ്റ് ജില്ലകൾ 50-നോടടുത്തുമാണ് ഒരു കട്ട് ഓഫ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ LGSനെ കുറിച്ച് വരാം. LGSൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 7ാം ക്ലാസ്സിൻ്റെ നിലവാരമാണ്. പക്ഷേ എഴുതിയത് 7ാം ക്ലാസ്സുകാരൊന്നല്ല എങ്കിൽ കൂടിയും 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു വരേണ്ടിയിരുന്നത്. വന്നത് കുറച്ചും കൂടി നല്ലൊരു നിലവാരമുള്ള പരീക്ഷയാണ്. നേരത്തെ LDC എഴുതിയ കുറേ ആളുകൾ LGS പരീക്ഷയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ LDCയിൽ അത്യാവശ്യം മാർക്ക് കിട്ടി ഇത് ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള LGS പരീക്ഷ ശരിക്ക് ഒരു നല്ലൊരു സാധ്യതയായിരുന്നു. അവർക്കൊക്കെ മാർക്ക് നല്ലോണം കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെ LDC പരീക്ഷയ്ക്ക് കാര്യമായി പരിശ്രമിച്ച് LGS പരീക്ഷ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് എത്ര ആൾക്കാർ ഉണ്ട് എന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് സാധ്യതകൾ വരുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് LGSൻ്റെ കട്ട് ഓഫ് 40-നും 50-നും ഇടയിലായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ വളരെ ഉയർന്ന നിലവാരമുള്ള കട്ട് ഓഫ് വരുന്ന ജില്ലകളാണ്. ഇവിടെയൊക്കെ ഒരു 50 മാർക്കിനോടടുത്തും അതുപോലെ തന്നെ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഒരു 40 മാർക്കിനടുത്തും മറ്റ് ജില്ലകളിലൊക്കെ ഒരു 45 മാർക്കിനടുത്തുമാണ് കട്ട് ഓഫ് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതിൽ തന്നെ LGSന് ഒരു 10-15 ചോദ്യങ്ങൾ വളരെ നിലവാരം കൂടിയതാണ്. ഒരു 80 മാർക്കിനൊക്കെ മേലെ കിട്ടുക പറഞ്ഞാൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്, ജോലി ഉറപ്പാണ്. ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് നിയമനത്തിൽ തന്നെ അദ്ദേഹം ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഏത് ജില്ലയിലായാലും. അപ്പോൾ ഒരു 65-നൊക്കെ മേലെ എഴുതിയ ഇഷ്ടംപോലെ ആളുകളുണ്ടാവാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോയും അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരേ ആളുകൾ തന്നെയായിരിക്കും ഒരുപാട് ലിസ്റ്റുകൾ പെടുന്നത്. അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് പലർക്കും ഉള്ളൊരു അവസര നിഷേധമായി മാറും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ ഇത്രയുമാണ് കട്ട് ഓഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആദ്യം LDC, LGS പരീക്ഷകളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.